നമ്മൾ ഇന്നുള്ളത് ദഹ്ലിസ് വേൾഡ് സ്കൂളിലാണ്. നേട്ടങ്ങളുടെ തുടർക്കഥയാവുകയാണ് ദഹ്ലിസ് വേൾഡ് സ്കൂൾ. +2 ബോർഡ് എക്സാമിന് മുന്നേ തന്നെ ഇന്ത്യയിലെ ടഫസ്റ്റ് എൻട്രൻസ് എക്സാമുകളിലൊന്നായ JEE മെയിൻസിൽ ക്വാളിഫൈ ചെയ്ത പ്രിയപ്പെട്ട ഷബീബാണ് എൻ്റെ കൂടെയുള്ളത്. +2 കഴിയും മുമ്പേ ഇന്ത്യയിലെ ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നായ NITകളിൽ അഡ്മിഷൻ പ്രോമിസ്ഡായ ദഹ്ലിസ് വിദ്യാർത്ഥിയാണ് ഷബീബ്. ഷബീബ് ഈ പ്രാവശ്യത്തെ JEE മെയിൻസിൽ 96% ക്വാളിഫൈ ചെയ്തത്. സാധാരണ വിദ്യാർത്ഥികൾ 1 വർഷം 2 വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള ടഫസ്റ്റ് എൻട്രൻസ് എക്സാമുകൾ ക്ലിയർ ചെയ്യാറുള്ളത്. പക്ഷേ ഷബീബ് +2 ബോർഡ് എക്സാമിന് മുന്നേ തന്നെ ഇത്ര ഉയർന്ന പെർസെൻറ്റേജിലൂടെ ക്വാളിഫൈ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഷബീബ്, ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഹൈസ്കൂൾ മുതൽ തന്നെ എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് പോകണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. സയൻസ് ആൻഡ് മാത്സ്, ടെക്നോളജി എന്നും എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആയിരുന്നു. സയൻസ് മാത്സ് വിഷയങ്ങളിൽ ഞാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ ടെക്നോളജി കൊണ്ട് വേൾഡ് ചേഞ്ച് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോഴാണ് IITകളിൽ പഠിക്കണമെന്നുള്ള സ്വപ്നം എൻ്റെ മനസ്സിൽ വരുന്നത്. 10ാം ക്ലാസ്സിൽ നിന്ന് തന്നെ ഇന്ത്യയിലെ ടോപ്പ് IITകളിൽ എത്തണമെന്നുള്ള വലിയൊരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു. ആ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തരികയായിരുന്നു. അങ്ങനെയാണ് ദഹ്ലിസിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. IITകളിൽ നിന്ന് എൻജിനീയർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ദഹ്ലിസ് എത്രത്തോളം ഷബീബിന് പങ്കുവഹിച്ചിട്ടുണ്ട്? അതുപോലെ ദഹ്ലിസ് ഷബീബിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഓരോ സബ്ജക്റ്റിലും വളരെ നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റി ആവശ്യമാണ്. അതിനുവേണ്ടി നല്ല ഫാക്കൽറ്റീസ്, നല്ല മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ദഹ്ലിസ് അവൈലബിൾ ആക്കി തന്നു. പിന്നെ ഹൈബ്രിഡ് ലേണിംഗ് സിസ്റ്റത്തിലൂടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട് ലഭിച്ചു. വളരെ കോമ്പറ്റീറ്റീവ് ആയ ഒരു എക്സാം ആയതുകൊണ്ട് നമുക്ക് ഓരോ സമയത്തും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു മെൻറ്റർ ആവശ്യമുണ്ട്. ആ ഒരു മെൻറ്റർഷിപ്പ് പ്രോപ്പറായിട്ട് ദഹ്ലിസിൽ നിന്ന് കിട്ടി. ദഹ്ലിസിലെ അക്കാദമിക് കൾച്ചർ ആൻഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, പിന്നെ വ്യത്യസ്തങ്ങളായ കോമ്പറ്റീറ്റീവ് എക്സാമുകളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ്മേറ്റ്സ്, ഇതെല്ലാം നമ്മുടെ ഗോളിലേക്ക് നമ്മളെപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ NITകൾ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ അലുമിനീസ്, ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസൊക്കെ നമുക്കും ഇത് സാധ്യമാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് നൽകും. ഇപ്പോൾ ഈ ഒരു വലിയ അച്ചീവ്മെൻറ്റിന് നല്ലൊരു അക്കാഡമിക് പ്ലാനിങ് എന്തായാലും വേണം. പ്രത്യേകിച്ച് ബോർഡും എൻട്രൻസും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഷബീബിൻ്റെ അക്കാഡമിക് പ്ലാനിങ് ഉണ്ടായിരുന്നത്? ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും സിലബസൊക്കെ ഏകദേശം സെയിം ആണ്. ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി മാത്രമാണ് വ്യത്യസ്തം. എൻട്രൻസിലേക്ക് വരുമ്പോൾ കൺസെപ്റ്റ്സ് ഒക്കെ വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക്സൊക്കെ വളരെ നേരത്തെ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എൻട്രൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ വൈസ് ചെയ്യാൻ ശ്രമിച്ചു. JEE എന്ന് പറഞ്ഞാൽ ഒരു ലോ സ്കോറിങ് എക്സാം ആണ്. ഇപ്പോൾ ഒരു ടോട്ടൽ 300 മാർക്സിലൊരു 150+ കിട്ടിയാൽ തന്നെ നല്ലൊരു പെർസെൻറ്റേജിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അറിയുന്ന ടോപ്പിക്സ് വളരെ കൃത്യമായിട്ട് പഠിച്ചു. ഒരു ഭാഗത്ത് എൻട്രൻസിൻ്റെ പ്രിപ്പറേഷൻ, അപ്പുറത്ത് ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ദഹ്ലിസിൻ്റെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയായിരുന്നു ഒന്ന് പറയാൻ? എൻട്രൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, ബോർഡ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ആയിരുന്നാൽ പോലും ഒരിക്കലും സ്ട്രെസ്ഡ് ആയിരുന്നില്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. സ്ട്രെസ്ഡ് ആയാൽ തന്നെ അതിനൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, എൻ്റർടൈൻമെൻറ്റ്സ്, ഫെസ്റ്റിവൽസ് എല്ലാം ഇവിടെ ഉണ്ട്. എന്നാലും അതൊന്നും നമ്മളെ പ്രിപ്പറേഷനെ ബാധിക്കുന്നുമില്ല. പ്രിപ്പറേഷൻ കാരണം നമ്മളെ ക്യാമ്പസ് ലൈഫ് നഷ്ടപ്പെടുന്നുമില്ല. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു റൂട്ടീൻ പോലെ ദഹ്ലിസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുമ്പോൾ
നമുക്ക് മറ്റൊന്നിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ഇതുപോലെയുള്ള ഇന്ത്യയിലെ ടഫസ്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ എഴുതുന്നുണ്ട്, ജെയ് പോലെയുള്ള എക്സാമുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ കുറേ വിദ്യാർത്ഥികൾ വിചാരിക്കുന്നുണ്ട് ഇത് +2വിൻ്റെ കൂടെ തന്നെ നേടാൻ സാധിക്കുകയില്ല, +2 കഴിഞ്ഞ് ഒരു കൊല്ലം റിപ്പീറ്റ് അടിച്ച് ഒക്കെയാണ് നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ +2വിൻ്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള എക്സാമുകൾ നേടാനുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അപ്പോൾ അതുപോലെയുള്ള വിദ്യാർത്ഥികളോട് ഷബീബിന് എന്താണ് പറയാനുള്ളത്? ഫോക്കസ്ഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചാൽ ആർക്കും നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ജെയ്. സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്യുക. ആദ്യം ഈസി ക്വസ്റ്റ്യൻസിൽ നിന്ന് പിന്നെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കുക. ഷബീബ് ഇനി വരാൻ പോകുന്ന ജെയ് അഡ്വാൻസിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. മെയ് 26-നാണ് എക്സാം. ജെയ് മെയിനിലെ മികച്ച പ്രകടനം ജെയ് അഡ്വാൻസിലും കാഴ്ചവെക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു.